ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഇംഗ്ലീഷ് ഈസി. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്താണെന്ന് നോക്കാം. ഞാൻ നിന്നെ സഹായിക്കും അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം. ഐ വിൽ അല്ലെങ്കിൽ ഐ ഷാൾ ഹെൽപ്പ് യു. അപ്പം വിൽ അല്ലെങ്കിൽ ഷാൾ യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വേർബ് പറയുന്നത്, നമ്മുടെ പ്രവൃത്തി. ഇവിടെ ഹെൽപ്പ് അല്ലേ പ്രവൃത്തി, അത് പറയുന്നത്. ഷാൾ കുറച്ചും കൂടെ പഴയ യൂസേജാണ്. അപ്പോൾ വില്ലാണ് മോഡേൺ ഇംഗ്ലീഷിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അവൾ പാടും, ഷീ വിൽ സിംഗ്. സബ്ജക്റ്റ് പറയുക, വില്ല് പറയുക, വേർബ് പറയുക, സിമ്പിൾ. അവർ നിന്നെ വിളിക്കും, ദേ വിൽ കോൾ യു. അപ്പോൾ ഐ വിൽ എന്നുള്ളത് ചുരുക്കിയിട്ട് ഐൽ എന്നും, ഷീ വിൽ ചുരുക്കിയിട്ട് ഷീൽ എന്നും, ദേ വിൽ ചുരുക്കിയിട്ട് ദേയിൽ എന്നും കുറച്ചും കൂടെ നാച്ചുറലായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം സബ്ജക്റ്റ് ആരെ പറ്റിയാണോ പറയുന്നത്, വിൽ അല്ലെങ്കിൽ ഷാൾ, അതിനുശേഷം പ്രവൃത്തിയുടെ വി വൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോമാറ്റ്. ഓക്കെ, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസ്. ഇനി നെഗറ്റീവ് സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യും നോക്കാം. ഞാനിത് മറക്കില്ല, ഐ വോണ്ട് ഫോർഗെറ്റ് ദിസ്. വോണ്ട് എന്നത് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അവൻ നിന്നെ നിരാശപ്പെടുത്തില്ല, ഹി വിൽ നോട്ട് ഡിസപ്പോയിൻറ്റ് യു. അപ്പോൾ ശ്രദ്ധിച്ച്, ഈ വിൽ നോട്ട് എന്ന് കണ്ടോ, വില്ലിൻ്റെ കൂടെ ഒരു നോട്ട് ചേർക്കും. ആ വിൽ നോട്ടിൻ്റെ ചുരുക്കരൂപമാണ് മുകളിലത്തെ സെൻറ്റൻസിൽ വോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ അവിടെ പോകില്ല, വി വോണ്ട് ഗോ ദെയർ. അപ്പോൾ ഒന്നുകിൽ വിൽ നോട്ട് എന്ന് പറയണം, അല്ലെങ്കിൽ വോണ്ട് എന്ന് പറയണം. രണ്ടും ഒരേ അർത്ഥമാണ്, ചെയ്യില്ല എന്നുള്ള അർത്ഥം. ഓക്കെ, സബ്ജക്റ്റ് വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട്, വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇതാണ് നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫോമാറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഇല്ല എന്നർത്ഥം വരാനാണ് നമ്മൾ നോട്ട് മസ്റ്റായിട്ട് ചേർക്കേണ്ടത്. ചുരുക്ക രൂപത്തിലാണ് വോണ്ട് എന്ന് വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിക്കണ്ടേ, എങ്ങനെയാണെന്ന് നോക്കാം. നീ എൻ്റെ കൂടെ വരുമോ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരാമോ? അതിന് നമ്മൾ വിൽ യു കം വിത്ത് മീ എന്നാണ് എഴുതിയിരിക്കുന്നത്. വിൽ എടുത്ത് നമ്മൾ ആദ്യമേ ചേർത്തു. ഓക്കെ, ഫസ്റ്റ്. സെക്കൻഡാണ് നമ്മൾ സബ്ജക്റ്റ് കൊണ്ടിട്ടത്. നാളെ മഴ പെയ്യുമോ, വിൽ ഇറ്റ് റെയിൻ ടുമോറോ? അവർ 5 മണിയാകുമ്പോഴേക്ക് ഇവിടെ എത്തുമോ, വിൽ ദേ റീച്ച് ഹിയർ ബൈ 5 PM? ശ്രദ്ധിച്ചേ, രണ്ടാമതാണ് നമ്മൾ സബ്ജക്റ്റ് പറഞ്ഞിരിക്കുന്നത്, ആദ്യമാണ് നമ്മൾ വിൽ. രണ്ടാമത് സബ്ജക്റ്റ്, ആദ്യം വിൽ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നാം, ഷാൾ വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചൂടെ, വില്ല് തന്നെ ആദ്യം ചേർക്കണോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ? ഷാൾ വെച്ച് ചോദിച്ചാൽ ഈ ഒരു അർത്ഥം കിട്ടില്ല. ഷാൾ അതേപോലെ നമുക്ക് ഐയുടെ കൂടെയും വിയുടെ കൂടെയും മാത്രം ചേർത്താലേ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതേ മീനിങ് ഇട്ട് കിട്ടുകയും ഇല്ല, അത് വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയാം. അപ്പോൾ ഈ പഠിച്ചത് ബേസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ സെൻറ്റൻസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കാം. ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം. ഓക്കെ, സംസാരിക്കുക എന്നുള്ളതിന് ടോക്ക് എന്ന് പറയാം. ഓക്കെ, ഞാൻ നിന്നോട് പിന്നീട് സംസാരിക്കാം. അപ്പം ഇത് വെച്ചിട്ട് വില്ല് യൂസ് ചെയ്യണം, വില്ല് അല്ലെങ്കിൽ ഷാൾ യൂസ് ചെയ്യാം. വില്ലാണ് കുറച്ചുകൂടെ ബെറ്റർ. എങ്ങനെ ട്രാൻസ് ചെയ്യാൻ പറ്റുമെന്ന് കമൻറ്റ് ചെയ്യണം. അവൾ നിന്നെ വിശ്വസിക്കില്ല, നെഗറ്റീവ് സെൻറ്റൻസ് ആണ്, ഇല്ല എന്ന് പറയുന്നുണ്ട്. വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് വരണം. വിശ്വസിക്കുക എന്നുള്ളതിന് ട്രസ്റ്റ് അല്ലെങ്കിൽ ബിലീവ് എന്ന് ഉപയോഗിക്കാം. അത് കമൻറ്റ് ചെയ്യണം. അടുത്തത്, നീ എന്നെ വിവാഹം കഴിക്കുമോ അല്ലെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുമോ? ഇതെങ്ങനെ ചോദിക്കുക? വിവാഹം കഴിക്കുക എന്നുള്ളതിന് മാരിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ആദ്യം എന്ത് ചേർക്കണം? വില്ല് ചേർക്കണം. എങ്ങനെയാവുമെന്ന് കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.